ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. നമസ്കാരം, ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. കുട്ടിക്കാലം മുതലെയുള്ള അരക്ഷിതത്വം മുരുകൻ എന്ന മകനെയും ഭർത്താവിനെയും അച്ഛനെയുമൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. മുരുകന്റെ ഇന്നത്തെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം അദാലത്ത് എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഭാര്യ ഉള്ളപ്പോൾ വേറൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടോ ഇല്ലയോ? അത് ഭാര്യ എൻ്റെ അടുത്ത് ഞങ്ങൾ ജോയിന്റ് പെറ്റീഷൻ കൊടുത്താ. എന്തൊന്ന് ഡൈവേഴ്സിന് അത് അപ്പോൾ അങ്ങനെയാണോ? ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ജോയിന്റ് പെറ്റീഷൻ കൊടുത്തതാണോ? ജോയിന്റ് പെറ്റീഷൻ ഫാമിലി കോർട്ടിൽ കൊടുത്തിരുന്നു. അതന്നെ, എന്തിനാ അങ്ങനെ കൊടുത്തത്? മിനി ആയിട്ടുള്ള പ്രശ്നങ്ങളെ വന്ന് വീട്ടിലേക്ക് നോക്കും, അന്വേഷിക്കും, ഒന്നും ചെയ്യില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ 2-2.5 വർഷത്തോളം ഒരു വീട്ടിൽ തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഒരു അപരിചിതർ താമസിക്കും പോലെ 2 മുറിയിലായിട്ട് 2 വർഷത്തോളം താമസിക്കും. എന്നെ വീട്ടില് അടുക്കളയിൽ കയറി തീ കത്തിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. വീട്ടിൽ നിന്ന് വെള്ളം കോരി എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അമ്മ പുള്ളി വീട്ടിലേക്ക് വരുമൊന്നും ചെയ്യില്ല. അന്നേരം അച്ഛനും അമ്മയും പുള്ളി ആ മിനിയുടെ അടുത്തായിരുന്നു. ഒരു കാര്യങ്ങളും നോക്കും, അന്വേഷിക്കൊന്നും ചെയ്യില്ലായിരുന്നു. ഈ മിനിയിലൂടെ ചേർന്ന അതല്ല, മിനിയുടെ കൂടെ ചേർന്ന് ഞാൻ അവിടെയാണ് താമസിക്കണമെങ്കിൽ ഞാൻ എന്തിനാ ഈ ചിട്ടി വിളിച്ച് എന്റെ വീട് പണിതും ഈ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം? എനിക്ക് ആ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന് വേണ്ടിയല്ലേ? കാലങ്ങളും ഒരു സ്വന്തം പണിയെടുക്കണ്ട്, കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു 10 രൂപ പോലും മീതി കാശില്ല. പെര പറഞ്ഞിട്ട് ഇങ്ങനെ ഇടാണ്ട് ഒരു മീതി കാശ് 10 രൂപ പോലും ഇല്ല. ഒരു ഭാര്യ ഉള്ളപ്പോ ഇനിയൊരു പെണ്ണുമായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തിയോ ഇല്ലയോ? ഞാൻ അന്ന് യാതൊരുവിധ ബന്ധവും പുലർത്തിയിട്ടില്ല. ഞാൻ ഇവര് പോയതിനു ശേഷം മാത്രമേ അവിടെ പോയി താമസിച്ചിട്ടുള്ളൂ. എവിടെ? ഈ മിനിയുടെ കൂടെ. എന്നാലും ബന്ധം ഉണ്ടായിരുന്നോ? ഡൈവേഴ്സിന് സമ്മതിക്കും? ഒരു സ്ത്രീ, ഏതെങ്കിലും ഒരു സ്ത്രീ സമ്മതിക്കോ? പക്ഷെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനാ ജീവിതം. ഞാൻ ഈ കമ്പനിയിൽ ജോലിക്ക് പോണതോ ഇതൊന്നും എന്റെ സമ്മതത്തോടുകൂടിയോ ഇതൊന്നുമല്ല. ഈ കമ്പനിയിൽ ഈ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ പോയതിനു ശേഷം കുട്ടികളെ നോക്കാനല്ല അവര് പോയത്. അല്ല, ഇപ്പോഴും ഇന്ന് വരെ ഞാനാണ് എന്റെ കുട്ടികളെ നോക്കുന്നത്. ഇന്ന് വരെ ഇപ്പോഴും ഈ സ്കൂളിൽ നിന്ന് പോകുന്നതും ഇത് കൊണ്ടുപോകുന്നതും എല്ലാം ഞാൻ അന്ന് ചെലവിന് കൊടുത്തിരുന്നു. അന്നൊക്കെ ഇല്ല മാഡം, നിങ്ങൾ ചെലവിന് കൊടുത്തില്ല, അവർ പോയില്ലായിരുന്നു. ചെലവിന് കൊടുത്തില്ലെന്ന് അവര് പറയും. എന്റെ വീട്ടിൽ നിന്ന് ആകെ ഇവര് പണിക്ക് പോയേക്കുന്നത്. അമ്മ ആവശ്യപ്പെട്ടു ജോലിക്ക് പോണെന്ന് പറഞ്ഞ അമ്മ ആവശ്യപ്പെട്ടു. അത് ഞാൻ പണിക്ക് പോകണ്ടല്ലോ, പിന്നെ അമ്മ ആവശ്യപ്പെട്ട് ഞാനുണ്ടല്ലോ, എന്നോട് പറഞ്ഞിട്ട് പോവാലോ. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വേറെ ഒരു വീടും എടുത്ത് നിങ്ങൾ താമസിക്കുന്നു. ഒരു ഭാര്യ 2 പിള്ളേരുള്ള ആള്, ആ ഭാര്യക്ക് പിള്ളേരെയും വിട്ടു കൊടുക്കുന്നില്ല. എന്ത് അർത്ഥത്തിൽ? അല്ല, ഇവരാദ്യം പോകുമ്പോ കൊച്ചുങ്ങളെ വിളിച്ചിട്ട് കൊച്ചുങ്ങൾ പോകണ്ടിരുന്നതാ. അവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ അച്ചായി ഞങ്ങളെ തല്ലി, ഞങ്ങൾ അമ്മച്ചി വരൂല എന്ന് പറഞ്ഞു. അതിപ്പോഴും വിളിക്കാലോ, ഇപ്പൊ വിളിക്കാലോ. ആ പ്രായം മാത്രം. അന്നേരം അതിൽ നിന്ന് ഒറ്റ സെന്റൻസ് മനസ്സിലായില്ലേ? നിങ്ങളെ ഭയന്നിട്ടാണോ കുട്ടികൾ ചെല്ലാത്തത്? അവര് വിടാനൊക്കില്ലേ നിങ്ങൾക്ക്? അവരെ എനിക്ക് ഒഴിവാക്കാനും എനിക്ക് അവരെ ഒഴിവാക്കിയിട്ട് ജീവിക്കും മുരുകൻ ഇവരുമായിട്ട്. ആ മിനി നിങ്ങൾ വേണ്ടെന്ന് പറയോ? വേണ്ടെന്ന് പറയും. അവര് പറയുന്നുണ്ട് എന്നോട്, നീ പോയി അവളെ വിളിച്ചോണ്ട് നീ മര്യാദക്ക് ജീവിക്കുന്ന അവര് പറയുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം, പ്ലീസ്. ഫോണിൽ കൂടി സംസാരിക്കാം. ഹലോ, മിനിയാണോ? മിനി, ഞാൻ ജീവിതം സാക്ഷിയില് ഷീലയാണ് സംസാരിക്കുന്നത്. മുരുകൻ ഇവിടെയുണ്ട്. അങ്ങേര് താലി കെട്ടിയ ഭാര്യ അശ്വതി ഇവിടെയുണ്ട്. അങ്ങേരെ അമ്മായിയമ്മ ഇവിടെയുണ്ട്. പാനൽ മുഴുവനും ഇവിടെ ഇരിപ്പുണ്ട്. അവരെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്താ മിനി, മുരുകൻ്റെ കൂടെ ഒരുമിച്ചാണോ താമസിക്കുന്നത്? എന്താ? അല്ല, നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? ഒരുമിച്ചല്ലേ താമസിക്കുന്നത്? ഇനിയൊരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുന്നത് ശരിയാണോ? തെറ്റല്ലേ? നിങ്ങൾ വന്ന് ആ ഭർത്താവിനെ അശ്വതിക്കൊന്ന് വിട്ടുകൊടുക്കണം. തയ്യാറാണോ? അവര് വിട്ടുകൊടുത്തേക്ക്. അവരൊരു ഭർത്താവും കൊച്ചുകളായിട്ട് അവര് ജീവിക്കട്ടെ. എന്ത് പറയുന്നു? തയ്യാറാണോ? അപ്പൊ നാളെ മുരുകൻ വരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക്. ഒരുമിച്ച് താമസിപ്പിക്കോ? മിനിക്കും കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കൊച്ചു കുട്ടികളുള്ള ആ ഒരു സ്ത്രീയല്ലേ നിങ്ങള്? അതും പെൺകുട്ടികളുള്ള ഒരാളല്ലേ നിങ്ങള്? ഇനി അയാൾ അവിടെ വന്നാലുണ്ടല്ലോ അത് വലിയ പ്രശ്നങ്ങളായിട്ട് തീരും. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഇയാളായിട്ട് പുറകെ നടന്നാണോ? ഞാൻ പണിക്ക് പോയി പരിചയമില്ല. നിങ്ങളെ മുരുകൻ അവിടെ വരുമ്പോ ഈ ചെലവിനൊക്കെ നോക്കുന്നത് മുരുകനാണോ നിങ്ങളാണോ? ഞാൻ പണിക്ക് പോയാ ഞാനും എന്റെ മക്കളും ചെലവ് ചെയ്യണം. ഈ പൈസക്ക് വേണ്ടിയാണോ മുരുകന്റെ കൂടെ കഴിയുന്നത്?
അതിന് അവൻ എനിക്ക് പൈസ ഒന്നും തരുന്നില്ല. ഞാൻ പണിക്ക് പോയാ ജീവിക്കണേ. ഭർത്താവിനെ എന്തിനാ നിങ്ങൾ ജയിലിലേക്ക് അയച്ചത്? അതെന്റെ വീട്ടിലുള്ള പല പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടല്ലാതെ പ്രത്യേകിച്ച് മുരുകനൊന്നല്ല അതിന് കാരണക്കാരൻ. പിന്നെ എനിക്ക് വേണം, എനിക്കൊരു കാര്യം പറയാനില്ല. ഇന്നലത്തെ ഞാനിപ്പോ ഇങ്ങനെ വന്നു, എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഞാൻ അവനെ പിടിച്ചു വെക്കണില്ല. ഞാൻ എന്നും പറയാറുള്ളൂ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു പറയാറുണ്ട്. എനിക്ക് മുന്നേ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. കോടതി വഴി അവളെ പല പ്രാവശ്യം വിളിച്ചപ്പോഴും അവള് വന്നില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. മുരുകനോട് ചേർന്നിട്ടാണോ വീടെടുത്തത്? അതെ അതെ. എനിക്ക് പിന്നെ അവൻ എന്തായാലും കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അത് കിട്ടണം. എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? അത് അവനറിയാലോ, അവന് കൃത്യമായ കണക്കറിയാം, അത് അവൻ പറയും. എത്ര രൂപ കൊടുക്കാനുണ്ട് സ്ത്രീക്ക്? ഞാനൊരു 10-60 രൂപ കൊടുക്കാനുണ്ട്. 60,000? ഞാൻ എന്റെ പെരപണിക്ക് പലപ്പോഴായിട്ട് വാങ്ങിച്ചതാ. മിനി, അത് നമ്മള് ഇപ്പൊ ഒരാൾക്ക് പൈസ ചോദിക്കുമ്പോ നമ്മള് കൊടുക്കാതെ വിശ്വാസവും പരസ്പര വിശ്വാസം നടത്താൻ. അത് ശരി, അങ്ങനെയാ കൊടുത്തതല്ലേ? ആ ശരി ശരി, ഓക്കെ. ശരി മിനി, എന്തായാലും ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാവരുത്. വളരെ നന്ദി. അയാളെ നീ അങ്ങോട്ട് വിളിക്കരുത്. ഭാര്യയായിട്ട് ജീവിക്കാൻ സമ്മതിക്കണം കേട്ടോ. സന്തോഷമുണ്ട്. ഓക്കെ മേഡം, ഈ 7 വർഷമായി എന്നെ കുഞ്ഞുങ്ങൾക്ക് എനിക്കൊരു തുണി പോലും എനിക്ക് മേടിച്ചു തന്നിട്ടില്ലായിരുന്നു. ഈ വീട്ടിലെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഒരു ഡ്രസ്സ് മേടിച്ചു തരാൻ പറഞ്ഞാൽ എന്നോട് ചോദിക്കും എന്ത് കാര്യത്തിന് നീ വേറെ എങ്ങും പോകുന്നില്ല, ഒരു ഡ്രസ്സ് പോലും എനിക്ക് മേടിച്ചു തരില്ലായിരുന്നു. അങ്ങനെ ഇപ്പം 7 വർഷമായിട്ട് അവിടെ കൂടെ ജീവിക്കുന്ന ആള് ഈ കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്തു? എന്താ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് പോലും എന്റെ 2 വീട് പണിതു. ആദ്യം ഒരു വീട് പണിതു. അത് ഞാൻ ഇതുപോലെ ലോൺ, ഒരു 10 പൈസ ലോണില്ല, 10 പൈസ ഒരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ ഈ വീടിന് മാത്രം ഈ 60 രൂപ എനിക്ക് കടമുള്ളൂ. അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് പണിയെടുത്ത് ചിട്ടി കൂടിയും അങ്ങനെയൊക്കെ പണിത ആദ്യത്തെ വീട്. അത് വിറ്റു. ഇവർ പോയപ്പോ അത് വിറ്റിട്ട് വേറെ സ്ഥലം വാങ്ങിച്ചു. ഇവർക്ക് ഡൈവേഴ്സിന് ഇവർക്ക് പൈസ കൊടുക്കണമെന്നുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട് വിറ്റത്. വേറെ 4 സെന്റ് സ്ഥലം വാങ്ങിച്ച് 700 സ്ക്വയർ ഫീറ്റുള്ള വീടും പണിതു. അപ്പൊ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ആരോടെ ജീവിക്കാൻ വേണ്ടി? ഞങ്ങള് അതിനുശേഷം ആരോടെ ജീവിക്കാൻ വേണ്ടി പറയട്ടെ മാഡം, എനിക്കൊരു ഇത് മാത്രം പറഞ്ഞിട്ട് പിന്നെ വീട് പണിഞ്ഞു വെച്ചാൽ വീട് പണിതിന് ശേഷം ഞാൻ ഇവരെ വിളിച്ചു. അപ്പൊ ഞാൻ വക്കീലിന്റെ കൊണ്ട് സംസാരിപ്പിച്ചു ഇങ്ങോട്ട് തിരിച്ചു വന്ന കാര്യം. അത് സംസാരിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിൽ പോകാനുള്ള ഒരു ചാൻസ് വന്നു. അപ്പോൾ ഇവർ വന്ന ഞാൻ പോയാൽ എൻ്റെ ഞങ്ങളുടെ പിള്ളേരുടെ അടുത്ത് ഞാനും ഉണ്ടാവില്ല, അവരും ഉണ്ടാവില്ല. ഇപ്പോൾ 2 ആളും ഇല്ലാണ്ട് പോക്ക് ശരിയാവില്ല. അപ്പോൾ ഇന്ന് ഇവർ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ലെങ്കിലും വേറെ വാടക വീടെടുത്ത് ഇവർ വന്നൊരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങളൊക്കെ റെഡിയാവും, എനിക്ക് പോവുകയും ചെയ്യാം. ഇവരിവിടെ താമസിക്കാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് അവരെ അമ്മ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ എന്താ പോവാതിരുന്നത്? എന്നോട് പറഞ്ഞില്ലേ മാഡം ഈ കാര്യങ്ങൾ? ഇപ്പൊ ഇവിടെ വെച്ചാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞില്ല. ഇപ്പൊ മുരുകൻ ഇവരെ കൊണ്ടുപോകാൻ തയ്യാറാണ്. ഞാൻ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ പറഞ്ഞ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കല് നടക്കില്ല. മിനിയോടാണോ സ്നേഹം? അല്ല, മിനിയോടും ഇല്ല. മിനിനെ ഒഴിവാക്കാന്ന് പറഞ്ഞല്ലോ ഞാൻ. പിന്നെ എന്താ ആരോടാ പിന്നെ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ സെന്റൻസ് അത്ര ശരിയാണോ? രണ്ടുപേരോട് നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പറയാൻ ഒരു ആണെന്നുള്ള നിലയ്ക്ക് നമ്മൾ അതല്ല ഞാൻ പറഞ്ഞ സെന്റൻസ് പറഞ്ഞത് എത്ര സീരിയസ് ആണ്. നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു വലിയൊരു വൈകല്യമല്ലേ അത്? മിനിയോട് നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങളുടെ ഭാര്യയോട് മിനിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഒഴിവാക്കാന്ന് പറഞ്ഞത്. അല്ല, ഇവരെ കൊണ്ടുപോയ സെന്റൻസിൽ എനിക്ക് അവരോട് മിനിയോട് സ്നേഹമില്ല. നീ ഭാര്യയെ കൊണ്ടുപോയി നല്ല സന്തോഷത്തോടെ ജീവിക്കും. ഇപ്പൊ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്റെ കാരണന്മാരെ സമ്മതിക്കില്ല. ശരിയാ, വന്ന അവിടെ അല്ലെങ്കിൽ വേറെ അടുത്തൊരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക, അത്രയല്ലേ ഉള്ളോ? അപ്പൊ അതിന് വേറെ കഴിയുണ്ട്. എന്താ? ഞാനിപ്പോ ഒരു 1.5 ലക്ഷം രൂപ ചിട്ടി പിടിച്ച് വീടിന്റെ പണി കഴിഞ്ഞ 2-3 മാസം മുമ്പ് തീർന്നുള്ളൂ. അപ്പൊ ആ ചിട്ടി പിടിച്ചാൽ എനിക്ക് നല്ലൊരു ബാധ്യത ഉണ്ട്. അപ്പൊ ഈ ചിട്ടിക്കാശ് ഇറക്കലും ഈ വാടക കൊടുക്കലും എല്ലാം കൂടി എൻ്റെ ഒരാക്കടെ പണിക്കാശും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? 2 ആൺമക്കളല്ലേ ഈ സമയത്ത് ഒരു അച്ഛനും അമ്മയും കൂടെ നിന്ന് വളർത്തേണ്ട ഒരു പ്രായമല്ലേ അവർക്ക്. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും അച്ഛനെ എപ്പോൾ നോക്കിയാലും വഴക്കുണ്ടാക്കി, ഇങ്ങനെ കുടിച്ചിട്ട് അച്ഛൻ വന്ന് വീട്ടിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ആ മനസ്ഥിതി തന്നെ പിള്ളേർക്കുണ്ടാവില്ലേ? അങ്ങനെയുള്ള പിള്ളേരാണ് ഈ ഡ്രഗ്സും അതും ഇതും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഇവരും ആത്മഹത്യാ ഭീഷണി എപ്പോഴും. അപ്പം ഞാൻ എങ്ങനെ വിശ്വസിച്ചുകൊണ്ടാവും? ഞാൻ 15 വർഷം ഞാൻ കിടന്ന് അനുഭവിച്ചത് എന്നെ കൊണ്ടൊന്നും ഇവിടെ പറയാനും സമ്മതിച്ചിട്ടില്ല എന്നോട്. അത് ഇവര് പറഞ്ഞാല് 100% കള്ളം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനത് തെളിയിക്കാനായിട്ട് ഇവരിട്ട് സമ്മതിക്കില്ല, ഈ പാനലും സമ്മതിക്കില്ല. അല്ല, എന്താ ഞങ്ങളിപ്പോ സമ്മതിച്ചിരിക്കുന്നു, പറയൂ എന്താന്ന് പറയൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ,
ഈ എൻ്റെ കൊച്ചിന് 2 വയസ്സുള്ളപ്പോൾ ഈ ഇളയ കൊച്ചിന് ഒരു 1.5 വയസ്സ് പ്രായമുള്ളൂ. ആ സമയത്ത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് മണ്ണെണ്ണ ഒഴിച്ച്, അതായത് പല പ്രാവശ്യം മണ്ണെണ്ണ ഒഴിക്കലും ഈ ഞാൻ വെറുതെ ചുമ്മാ എന്ത് പറഞ്ഞാലും അങ്ങനെ തല്ലിയെന്ന് പറഞ്ഞ് നേരെ കൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. 2 ദിവസം കുടുംബശ്രീയുടെ കണക്കെഴുതാൻ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാ. ആള് പറഞ്ഞത് പിറ്റേ ദിവസം വെളുപ്പിനാ. ഈ 2 ദിവസം എവിടെ പോയിണ്ടാവും ആള്? അവർ രാത്രി തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. രാത്രി തിരിച്ചു വന്നെങ്കിൽ എൻ്റെ വീട്ടിൽ കണ്ട ഞാൻ വെളുപ്പിന് അടിക്കുമ്പോ ഇല്ല, എൻ്റെ വീട്ടിലുണ്ടായില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് എന്താ പറയുന്നത്? അപ്പുറത്തെ വീട്ടില് ഇവരും ഞാൻ ആ ചേച്ചിയും കൂടി വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് ഇവർ അമ്മ പറഞ്ഞു, മുരുകൻ പറഞ്ഞു വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞു. അന്നേരം ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ അടുക്കളയുടെ സൈഡിൽ കിടന്നോളാന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി അന്നേരം അടുക്കളയ്ക്ക് വെളിവശത്ത് ഡോറൊന്നുമില്ല. അന്നേരം അവിടെ കിടന്നോളാന്ന് പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞു വേണ്ട, നിന്നെ വല്ല പട്ടി അന്നേരം ഒന്ന് കടിക്കുക, അതൊക്കെ ഞാൻ കാരണമല്ല നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയത്, എൻ്റെ വീട്ടിൽ തന്നെ കിടന്നോളാൻ പറഞ്ഞു. ആ ചേച്ചി തന്നെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. വാതിൽ തുറക്കാൻ ബാക്കിൽ വാതിൽ കുറ്റിയൊന്നുമില്ല. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും ഇവർക്ക് വല്ല അലിഗേഷൻ വേറെ വല്ല ബന്ധം കൊണ്ടായതുകൊണ്ടാണ് അപ്പുറത്ത് കിടന്നത്? എന്തായിരിക്കും കാരണം? ഐഡിയ ഉണ്ടല്ലോ. ഈ ഒരു ദിവസം കുടുംബശ്രീയുടെ കണക്ക് എഴുതാൻ പോയ ആള് പിറ്റേ ദിവസം ആ വീട്ടിലെ പെണ്ണിന് കൂട്ട് കിടക്കാൻ പോയെന്ന് പറഞ്ഞു. നമ്മുടെ 2 കുട്ടികൾ ഇവിടെ കിടക്കുമ്പോ ആ കുട്ടികൾക്ക് കൂട്ടെടുക്കണോ, അപ്പുറത്തെ വീട്ടിലെ കല്യാണം കഴിച്ചു വന്ന പെണ്ണിന് കൂട്ടെടുക്കാൻ പോണോ? ശരി, നിങ്ങൾ എത്ര കല്യാണം എത്ര കൊല്ലായി? ഇപ്പൊ 15 വർഷം. 15 വർഷത്തിൽ 2 ദിവസമല്ലേ ഇത് സംഭവിച്ചിട്ടുള്ളൂ? അതെ, 2 ദിവസം. അത് കൂടാതെ നിങ്ങൾ എത്ര കാലം ഈ പെണ്ണിനെ വിട്ടിട്ട് മിനിയുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങി? ഞാൻ ഇവര് പോയതിനു ശേഷം മാത്രം ഞാൻ പോയി കിടന്നു. എന്താ പോയതിനു ശേഷം ഇരിക്കുമ്പോഴും പോയി കിടന്നുറങ്ങി? എന്റെ വീട്ടിൽ ഭാര്യ ഇല്ലാത്ത സമയത്ത് ഭാര്യ പോയി ഡൈവോഴ്സ് ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് പോയതിനു ശേഷമാണ് ഞാൻ അവിടെ പോയി താമസം. അത് ഈ കാരണം കൊണ്ടല്ലേ ഈ ജോയിന്റ് പെറ്റീഷൻ ഒക്കെ വേണ്ടി. അതിനു മുമ്പ് ഞങ്ങൾ വീട്ടിൽ ഉള്ളപ്പോ എന്റെ അമ്മേനെ കൊണ്ട് ICU ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നു. ഈ ആള് പോയി നേരെ ഇവരെ കൊച്ചന്റെ വീട്ടിൽ പോയി താമസിച്ചു ഒരു മാസക്കാലം. അത് കഴിഞ്ഞ് വന്ന് കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ട്, എനിക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള ഓർഡർ ഉണ്ടെന്നും പറഞ്ഞൊരു പേപ്പറായിട്ട് വന്നു. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. താമസിച്ചോ? അന്നും 1 മാസക്കാലം പോയി. ഞാനോ? ഇല്ല മാഡം, അത് പറയാൻ കാരണം ഒരു ഓണോ വിഷു വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി വീട്ടിൽ നിൽക്കുന്ന സമയം ആ മിനിയുടെ അടുത്ത് നിൽക്കുന്ന സമയമാണ്. രാവിലെ അല്ലെങ്കിൽ അമ്മ പറയും രാവിലെ ചോറ് കറികൾ എന്തെങ്കിലും വെച്ചിട്ട് ഇവർ ഉണ്ട് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ചേട്ടൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തി കാക്കനാട് താമസിക്കും, അങ്ങോട്ടേക്ക് പോകും. എന്നോട് പറയില്ല, എൻ്റെ അടുത്ത് ഇരുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഉരുള ചോറ് പോലെ ഉണ്ണൂലായിരുന്നു. ഈ അമ്മ അച്ഛനും കൂടി ഇതുങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വരുന്നത്. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ ബ്രാൻഡി കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞില്ല, സ്നേഹം കൊണ്ട് കൊണ്ടുപോകും. അല്ല, അച്ഛന് ബ്രാൻഡി കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് മാറാനുള്ള കാരണം ഒത്തിരി ദിവസം 3 ദിവസം മാറുന്നുള്ളൂ. അത് ഈ ബ്രാൻഡി മേടിക്കാൻ ആള് വരും. ബ്രാൻഡി മേടിക്കാൻ ആള് വന്നിട്ട് ഈ ഡോറിനോട്ട് മുട്ടും. ഇപ്പൊ ഒരു ബൈൻഡിങ് അറ്റ്ലീസ്റ്റ് കുട്ടികൾ നിങ്ങളുടെ അടുത്തുള്ള ബൈൻഡിങ് ഉണ്ട്. പിള്ളേരെ അവരുടെ അടുത്ത് പോയാൽ നിങ്ങൾ അവർ തമ്മിലുള്ള ഫുള്ളായിട്ട് കട്ടായി പോകും. അല്ല, ഇവര് എന്റെ പേർക്ക് പല കേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അവരുടെ വീട്ടിൽ താമസിക്കാന്നാണ് എന്നോട് ഇന്നലെ സംസാരിച്ച് പറഞ്ഞത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അശ്വതി എന്താണ് മുന്നോട്ട് കാണുന്നത്? ഭർത്താവ് വേണോ? ഭർത്താവും വേണം, കുട്ടികളും വേണം. ഇത് രണ്ടും വേണം. കുറെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. അമ്മയും അതുപോലെ. അതെ, അവര് ഇപ്പൊ ഇനി സ്കൂളിലെ 2 മാസം കൂടെ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് TC മേടിച്ച് അവർ അവിടെ എന്നിട്ട് ഞാൻ എന്റെ ബാധ്യതയൊക്കെ തരുമ്പോ ഇവിടെ ഒരു ചെറിയ വീട് വാടക എടുത്ത് അപ്പൊ എനിക്ക് വാടക കൊടുക്കാനുള്ള ഇത് കിട്ടും. ഈ വീട് ആരുടെ പേരിലാണ്? ഇപ്പൊ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു വീടുണ്ടോ? അത് അമ്മയുടെ പേർക്കാ. അപ്പൊ എന്നോടും ദേഷ്യം എന്നു വെച്ചാൽ ഞാൻ കുടുംബം നോക്കൂല, അത് നോക്കൂല, ഇത് നോക്കൂല എന്നുള്ള കണ്ടീഷനാണ് ഇപ്പൊ സംസാരിക്കുക. എന്റെ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ. അപ്പൊ ഇപ്പൊ നിങ്ങൾ മാറി നിന്നത് നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമല്ല നിങ്ങളുടെ അമ്മയ്ക്കും അതിൽ വിരോധം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്റെ കാശ് മുഴുവൻ എടുത്ത് ഞാൻ ആ വീട്ടിൽ മുടക്കം ചെയ്തു. അല്ല, നിങ്ങൾ പൈസ മുടക്കിയ വീട് ആയതുകൊണ്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ആ വീട് ഇനി എനിക്കും മക്കൾക്കും ഭാര്യയ്ക്കും താമസിക്കണം എന്ന്. അച്ഛന് കുഴപ്പമില്ല, അമ്മയുടെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് മരുമകൾ വരണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? അത്ര അത് അമ്മ ഇവര് പോണതിന് മുമ്പ് വഴക്കുണ്ടായപ്പോ അമ്മയുടെ കരണക്കുട്ടിക്ക് ഒരു അടി കൊടുത്തിട്ടാ പോയതാള്. അന്ന് അത് കഴിഞ്ഞ് കുറെ ഡയറി കുറിപ്പ് പോലെ കുറെ ഇതൊക്കെ എഴുതി വെച്ചിട്ടാണ് ആള് പോയത്. അമ്മ പറയാ എന്റെ കഴിവ് പോലെ വാടക കൊടുത്ത് ഞാൻ സഹായിക്കാം. അവിടെ എവിടെയെങ്കിലും വീടെടുത്തോട്ടെ, പെരുമ്പാവൂർ എവിടെയെങ്കിലും അടുത്ത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ അച്ഛനെയും അമ്മയും കാണണം. അവർക്ക് കാര്യം എന്നൊക്കെ പിന്നെ ഇവർ മകളുമായിട്ട് വൈരാഗ്യമാണല്ലോ, ആ കുഞ്ഞുങ്ങളെ കാണാതെ ആ അച്ഛനും അമ്മയും ഇരിക്കത്തില്ല. അപ്പൊ ആ ഒരു സ്നേഹം കൊണ്ട് ആ സ്നേഹം അങ്ങും ഇങ്ങും ഇല്ലാതെ വരരുത്. അശ്വതിയും കൂട്ടി മുരുകൻ എവിടെയെങ്കിലും അവിടെ അടുത്ത് അവരുടെ വീടിനടുത്ത് ഒരു ചെറിയ വീടെടുത്ത് താമസിക്കട്ടെ. വാടകയുടെ പകുതിയോളം ഞാൻ കൊടുക്കാൻ സന്നദ്ധയാണ്. എനിക്ക് തരാനുള്ള സ്വർണ്ണം ഈ പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ആ സ്വർണ്ണം വിറ്റിട്ടാണെങ്കിലും അവർക്ക് അതിലൊരു കാര്യമുണ്ട്. അത് ഈ സ്വർണ്ണം വാങ്ങിച്ചത് ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണേ. എനിക്ക് സ്വന്തമായിട്ട് അലമാരിയൊന്നുമില്ല. അമ്മ വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിൽ അമ്മയുടെ അടുത്ത് തന്നെ കൊടുത്തത്. അത് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ
എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ടാ വാങ്ങിക്കാൻ പറ്റും. അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ മകൾക്ക് ഞങ്ങൾ കൊടുത്ത മുതലാണ്. അപ്പൊ എന്റെ മകൾക്ക് ചെന്ന് ചോദിക്കാൻ അർഹതയുണ്ടോ? അവര് പോയി ചോദിക്കാലോ. അപ്പൊ ഇപ്പൊ തന്നെ ചെന്നിട്ട് അമ്മയുടെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അർഹതയുണ്ട്, പോയി ചോദിച്ചോളൂ. അവകാശം കൊടുക്കാം. എൻ്റെ അടുത്തുള്ള സ്വർണ്ണം ഞാൻ കൊടുത്തേക്കാം, അവരുടെ സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അത് വിറ്റ് കൊടുത്തിട്ട് അവർ ഒരുമിച്ച് ജീവിക്കണം. എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പിള്ളേരുടെ ഭാവിയാണ് നോക്കണത്. ഈ പിള്ളേർ ഇപ്പം മൂത്ത കൊച്ച് 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പോയത്, ഇപ്പം 8ലാണ് ആ കൊച്ച് പഠിക്കണം. രണ്ടാമത്തെ കൊച്ച് 2-3 കണ്ട് പഠിച്ചപ്പോൾ പോയതാണ്. അപ്പം എനിക്കൊരു ഇതുണ്ടായി, സങ്കടം ഉണ്ടായി. എന്താണെന്നാ അച്ഛനും ആ ഇങ്ങനെ പോയി, അമ്മയും പോയി. ഈ പിള്ളേരുടെ ഭാവി നമ്മൾ ജീവിതകാലം വരെ പിള്ളേരെ നോക്കൂല. ഈ പിള്ളേരുടെ ഭാവി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്മ വന്ന് എനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ നോക്കിക്കോളുമല്ല, ഞങ്ങളുടെ ആയിരുന്നു പിള്ളേരാ. ശരി മുരുകൻ, ഇതൊക്കെ സംഭവിച്ചു, എല്ലാം പോയ കാര്യങ്ങൾ എല്ലാം മാച്ചു കളയോ. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും, അവരോട് ജീവിക്കണമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ പിള്ളേരെ കരുതിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ എക്സ്റ്റേണൽ ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്തി തരാം. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനും കുട്ടികളുമായിട്ട് സ്നേഹമായിട്ട് ജീവിക്കാനും മേ ബി ഇന്നിപ്പോൾ സ്നേഹം തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് നിങ്ങളിവിടെ കൊണ്ടുവന്നു എന്നുള്ള വാശിയും വൈരാഗ്യമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരാം. തയ്യാറാണോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട്? അങ്ങനെ മാറിയ ആ രീതിക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളം ജീവിക്കും. ഓക്കെ. താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി ജീവിതം സാക്ഷിയിലൂടെ മുരുകനും അശ്വതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നു. മെയ് 15 മുതൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് മുരുകനും അശ്വതിയും 2 മക്കളും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. കോടതിയിൽ മുരുകനെതിരെ ഇതുവരെ ഫയൽ ചെയ്തിട്ടുള്ള കേസുകളെല്ലാം പിൻവലിക്കാമെന്ന് അശ്വതി സമ്മതിച്ചിരിക്കുന്നു. ഇരു കൂട്ടരുടെയും മാതാപിതാക്കൾ ഇവരുടെ സ്വൈര ജീവിതത്തിൽ ഇടപെടുകയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യില്ലെന്ന് സമ്മതിച്ചിരിക്കുന്നു. മുരുകൻ്റെ അമ്മയുടെ കാലം വരെ പുതിയതായി പണി കഴിപ്പിച്ച വീടിന്മേൽ അശ്വതി അവകാശം ഉന്നയിക്കുകയില്ല എന്ന് സമ്മതിച്ചിരിക്കുന്നു. ജീവിതം സാക്ഷി ഒരുക്കുന്ന ഒരു ഫാമിലി കൗൺസിലറുടെ മുമ്പിൽ കൗൺസിലിങ്ങിന് വിധേയരാകുവാൻ 2 പേരും സമ്മതിച്ചിരിക്കുന്നു. അശ്വതിയും മുരുകനും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. 2 പേരുടെയും ഭാഗത്ത് ചില തെറ്റുകളുണ്ടെന്ന് അവർ മനസ്സിലാക്കി. കൈരളി TV ഒരുക്കിയ ഫാമിലി കൗൺസിലിങ്ങിനും അവർ വിധേയരായി. അശ്വതിക്കും മുരുകനും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ജീവിതം സാക്ഷിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.